ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എസ് ഫിഷ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ കെട്ടിങ്ങൽ ബീച്ചിലോട്ട് തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത്. അപ്പോൾ വേറെ ഒന്നിനല്ല, ഇന്ന് അക്വേറിയത്തിലോട്ട് ഇടാൻ എന്തെങ്കിലും മീനിനെ കിട്ടുമോ എന്നുള്ളത് പിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ വല ഉപയോഗിച്ചാണ് നമ്മൾ മീൻ പിടിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം വീതിയതിന് ശേഷം ഒരു മാന്തലിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല എനർജറ്റിക് ആയിട്ടുള്ളൊരു മാന്തലിനെയാണ് കിട്ടിയിട്ടുള്ളത്. വലയിൽ അത്യാവശ്യം കുടുങ്ങാത്തത് കൊണ്ട് തന്നെ നമുക്ക് അക്വേറിയത്തിലോട്ടൊക്കെ ഇടാൻ പറ്റിയൊരു സാധനമായിട്ടാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മാലാന്, പിന്നെ കുറച്ച് മുള്ളന്, അങ്ങനത്തെ മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഏകദേശം ഡെഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു അക്വേറിയത്തിലോട്ടാണ് ആ മീനെ ഇടാൻ പോകുന്നത്, മാന്തലിനെ. അപ്പോൾ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒന്ന് വലുത് ഒന്ന് ചെറുതായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവന് അത്യാവശ്യം നല്ല എനർജറ്റിക് ആയിട്ട് നീന്തുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നമ്മൾ ബക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയത് കൊണ്ട് തന്നെ വെള്ളത്തിലിട്ടായിരുന്നു ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവനെ നമ്മൾ അക്വേറിയത്തിലോട്ട് ഇറക്കി വിട്ടപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവൻ നീന്തുന്നുണ്ടായിരുന്നു. വല്ലാണ്ട് ക്ഷീണം പ്രകടിപ്പിക്കുക, വെള്ളത്തിൻ്റെ ചേഞ്ച് ഒന്നും പ്രകടിപ്പിച്ചിട്ടില്ലായിരുന്നു ആ ടൈമിൽ. പക്ഷേ ഈ ഒരു ചെറുത് അത്യാവശ്യം ടയേർഡായ പോലെ ആയിരുന്നു. എന്താ വെച്ചാൽ ഒരു എനർജി ഇല്ലാത്ത പോലെ തന്നെ ആയിരുന്നു അപ്പോഴും നീന്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ നല്ല ഉപ്പ് മുറുകിയ വെള്ളമായിരുന്നു അന്ന് നമ്മൾ കടലിൽ നിന്ന് പിടിക്കുന്ന ടൈമിൽ. പക്ഷേ ഇത് ക്ലിയർ വെള്ളത്തിലോട്ട് വിടുമ്പം എത്രത്തോളം നിൽക്കും എന്നുള്ളത് അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല സാൾട്ടഡ് ആയിട്ടുള്ള വെള്ളത്തിൽ നിന്ന് ക്ലിയർ വെള്ളത്തിലോട്ട് മാറുമ്പോൾ മീനുകൾ നിൽക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അത് നമുക്ക് കണ്ടു തന്നെ അറിയാം.